വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംഭവത്തിൽ യുവ അഭിഭാഷക JV ഷാമിലി സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിനെതിരെ ബാർ കൗൺസിലിൽ പരാതി നൽകി. ബെയ്ലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. ഇതിനു മുമ്പും ബെയ്ലിന്റെ ഭാഗത്തുനിന്ന് മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആരോപണം. 5 മാസം ഗർഭിണിയായിരുന്ന സമയത്തും ബെയ്ലിൻ ദാസ് തന്നെ മർദ്ദിച്ചിരുന്നുവെന്ന് ഷാമിലി വെളിപ്പെടുത്തി. സീനിയർ ആയതുകൊണ്ടാണ് അന്ന് പരാതി നൽകാതിരുന്നതെന്നും ഷാമിലി പരാതിയിൽ പറയുന്നു. ഇന്നലെയാണ് യുവതി പരാതിയുമായി രംഗത്തെത്തിയത്. ഇന്നലെ തന്നെ നിരവധി തവണ മർദ്ദിച്ചു. 3ാമത്തെ അടിക്ക് ശേഷം ബോധം നഷ്ടപ്പെട്ടെന്നും ഷാമിലി മാധ്യമങ്ങളോട് പറഞ്ഞു. ഒളിവിൽ പോയ ബെയ്ലിനായുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം മർദ്ദനമേറ്റ ഷാമിലിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. കൈകൊണ്ടും നിലം തുടയ്ക്കുന്ന മോപ്പ് സ്റ്റിക്ക് കൊണ്ടുമാണ് ബെയ്ലിൻ ഷാമിലിയെ മർദ്ദിച്ചത്. 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയാണ് ഷാമിലി. സഹപ്രവർത്തകർ നോക്കി നിൽക്കെയാണ് ബെയ്ലിൻ ഷാമിലിയെ മർദ്ദിച്ചത്. ഷാമിലി പ്രസവം കഴിഞ്ഞ് 3 മാസം മുമ്പാണ് തിരികെ ജോലിക്കെത്തിയത്. 3.5 വർഷമായി ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്ന ഷാമിലിയെ പുറത്താക്കിയതായി കഴിഞ്ഞ ബുധനാഴ്ച ബെയ്ലിൻ അറിയിച്ചു. എന്നാൽ ശനിയാഴ്ച വിളിച്ച് ക്ഷമ ചോദിച്ചു. തിരികെ വരാൻ നിർബന്ധിച്ചു. തിങ്കളാഴ്ച ഓഫീസിലെത്തിയെങ്കിലും ഇയാളോട് സംസാരിക്കാനായില്ല. ഇന്നലെ തന്നെ പുറത്താക്കാനുള്ള കാരണം ചോദിച്ചതോടെ മുഖത്ത് തുരുതുര മർദ്ദിക്കുകയായിരുന്നു. അതേസമയം സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിനെതിരെ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളാണെന്ന് ആക്ഷേപം ഉയരുന്നുണ്ട്. പരാതിക്കാരിയായ അഭിഭാഷകയുടെ കവിളിൽ 2 തവണ അടിച്ചു എന്നതിനപ്പുറത്തേക്കുള്ള ഗുരുതരമായ വകുപ്പുകൾ FIRൽ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതിയിൽ നിന്ന് നേരത്തെയും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന പരാതിക്കാരിയുടെ മൊഴിയും പോലീസ് ഗൗരവത്തിൽ എടുത്തിട്ടില്ലെന്നാണ് FIRൽ വ്യക്തമാകുന്നത്. ഷാമിലിയുടെ ഇടതു കവിളിൽ 2 തവണ ബെയ്ലിൻ അതിക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമമായിട്ടും പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉൾപ്പെടെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 74-നപ്പുറം ചുമത്തിയ മറ്റ് 2 വകുപ്പുകളും അങ്ങേയറ്റം ദുർബലം. നേരത്തെയും സമാന രീതിയിലുള്ള അനുഭവം സീനിയർ അഭിഭാഷകനിൽ നിന്ന് ഉണ്ടായെന്ന ജൂനിയർ അഭിഭാഷകയുടെ ആരോപണം പോലീസ് കണക്കിലെടുത്തിട്ടില്ല. ഇന്നലെ രാത്രിയോടു കൂടിയാണ് വഞ്ചിയൂർ പോലീസ് ജൂനിയർ അഭിഭാഷകയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം FIR രജിസ്റ്റർ ചെയ്തത്. പ്രതി ബെയ്ലിൻ ദാസ് ഇപ്പോഴും ഒളിവിലാണ്. ഇടതു കവിളിൽ 2 തവണ അടിയേറ്റ ഷാമിലിക്ക് സംസാരിക്കുന്നതിനടക്കം പ്രയാസമുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശം നൽകിയെങ്കിലും കുഞ്ഞുള്ളതിനാൽ വീട്ടിലേക്ക് വന്ന ഷാമിലി ഇന്ന് വിദഗ്ധ ചികിത്സ തേടിയേക്കും. പോലീസിന് പുറമെ വനിതാ കമ്മീഷനും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്.